ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ 20 Yards. നിങ്ങൾക്കറിയാമോ 2025 IPL ഓപ്ഷനിൽ റീറ്റേൺ ചെയ്യാത്ത 10 മെയിൻ പ്ലെയേഴ്സ് ആരൊക്കെയാണെന്ന്? 10ാമതായി നമ്മൾ പറയുന്ന പ്ലെയർ സൺറൈസേഴ്സ് ഹൈദരാബാദ് റിലീസ് ചെയ്ത പ്ലെയറാണ്. സൺറൈസേഴ്സിൻ്റെ മോസ്റ്റ് എക്കോണമിക് പ്ലെയർ എന്ന് തന്നെ പറയാം. ഇന്ത്യയുടെ മുൻ മോസ്റ്റ് എക്കോണമിക് പ്ലെയർ ആയിരുന്നു. അത്യാവശ്യം ബാറ്റിംഗ് കേപ്പബിലിറ്റി ഉള്ള ഒരു പ്ലെയറാണ് ഭുവനേശ്വർ കുമാർ ഈ സീസണിൽ ഏത് ടീമിലേക്ക് പോകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയാം. അപ്പോൾ 9ാമത് നമ്മൾ നോക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റിലീസ് ചെയ്ത ഒരു പ്ലെയറിനെയാണ്. കഴിഞ്ഞ IPL ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് വന്ന ഒരു പ്ലെയർ തന്നെയാണ് ആ പ്ലെയർ. അതിൻ്റെ ഗുണം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ സെമിയിലും ഫൈനലിലും ആ പ്ലെയറിൻ്റെ ഒരു പെർഫോമൻസ് നല്ല രീതിക്കുണ്ടായിരുന്നു. ആദ്യ ഓവറിൽ വിക്കറ്റ് എടുക്കുന്നതായാലും അവസാന ഓവറിൽ വന്ന് കളി ടൈറ്റ് ചെയ്ത് വിക്കറ്റ് എടുക്കുന്നതായാലും ആ പ്ലെയറിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. ഒരു ഓസ്ട്രേലിയൻ ലെഫ്റ്റ് ആം പേസറാണ് മിച്ചൽ സ്റ്റാർക്ക്. അപ്പോൾ ഇപ്രാവശ്യം റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത ഏത് ടീമിലേക്ക് എടുക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. 8ാമതായി നമ്മൾ പറയുന്നത് ഇന്ത്യയുടെ ഒരു അപ്കമിങ് ലെഫ്റ്റ് ഹാൻഡ് പേസർ, ഒരു സ്പീഡ് ഗൺ എന്ന് തന്നെ പറയാം. 2024 ഇയറിൽ മോസ്റ്റ് വിക്കറ്റ് ഇന്ത്യക്ക് വേണ്ടി T20യിൽ നേടിയ, കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് റിലീസ് ചെയ്ത പ്ലെയർ അർഷദീപ് സിംഗ് ഏത് ടീമിലേക്ക് പോകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അടുത്തതായി നമ്മൾ നോക്കുന്നത് 7ാമത്തെ പ്ലെയർ. ആ 7ാമത്തെ പ്ലെയർ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂസിലാൻഡ് ഫാസ്റ്റ് ബോളർ, ലെഫ്റ്റ് ഹാൻഡ് ഫാസ്റ്റ് ബോളറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ പവർ പ്ലേയിൽ തന്നെ ഒരു ടോപ്പ് ഓർഡർ ബാറ്റേഴ്സിനെ കൂടുതലും വിക്കറ്റ് ആക്കുക എന്നുള്ളതാണ് ആ ബൗളറിൻ്റെ കഴിവ്. അപ്പോൾ രാജസ്ഥാന് വേണ്ടി കളിച്ച പ്ലെയറാണ്. പ്ലെയറിൻ്റെ പേര് ട്രെൻറ്റ് ബോൾട്ട്, ന്യൂസിലാൻഡ് പ്ലെയറാണ്. അപ്പോൾ ഇപ്രാവശ്യം രാജസ്ഥാൻ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഏത് ടീമിലേക്ക് പോകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇതിന് മുംബൈ റിലീസ് ചെയ്താണ് രാജസ്ഥാനിലേക്ക് വന്നത്. അപ്പോൾ രാജസ്ഥാൻ അതിൻ്റേതായ എല്ലാ ബെനിഫിറ്റ്സും ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഏത് ടീമിലേക്ക് പോകുമെന്നുള്ളത് കണ്ടറിയാം. അപ്പോൾ ഇനി 6ാമത് ഏത് പ്ലെയറാണ് നമുക്ക് നോക്കാം. 6ാമത് നമ്മൾ നോക്കേണ്ടത് ഇന്ത്യയുടെ എല്ലാ ഫോർമാറ്റിലും ഒരു സ്പീഡ് ഗൺ എന്ന് തന്നെ പറയാം. RCBയുടെ ടോപ്പ് ബോളറായിരുന്നു മുഹമ്മദ് സിറാജ് ഈ സീസണിൽ ഏത് ടീമിലേക്ക് പോകും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. RCB തിരിച്ചെടുക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ നമ്മൾ 5ാമതായി നോക്കാൻ പോകുന്നത് ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാനാണ്. അപ്പോൾ മുൻകാലങ്ങളിൽ ഒരു നല്ലൊരു ക്യാപ്റ്റനായിരുന്നു. അതുപോലെ തന്നെ ബാറ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ മികച്ച് നിൽക്കുന്ന ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാനാണ്, ഓപ്പണിംഗ് ബാറ്റ്സ്മാനാണ്. ഒരു ഓസ്ട്രേലിയൻ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ഡേവിഡ് വാർണർ. അപ്പോൾ കഴിഞ്ഞ തവണ ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിച്ചത്. അദ്ദേഹത്തിന് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇപ്രാവശ്യം ഏത് ടീമിലേക്ക് പോകുമെന്നുള്ളത് കണ്ടറിയാം. ഓക്കെ, 4ാമതായി നമ്മൾ നോക്കേണ്ടത് ഇന്ത്യയുടെ ഒരു യങ് പ്ലെയറാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ വിന്നിംഗ് ക്യാപ്റ്റനായിരുന്നു. ആ വിന്നിംഗ് ക്യാപ്റ്റനെ തന്നെ റിലീസ് ചെയ്തിരിക്കുകയാണ്. ശ്രേയസ് അയ്യർ ഈ സീസണിൽ ഏത് ടീമിലേക്കാണ് പോകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അടുത്ത 3ാമതായി നമ്മൾ നോക്കുന്നത് രാജസ്ഥാൻ്റെ തന്നെയാണ്. ഓപ്പണിംഗ് ബാറ്റ്സ്മാനായിരുന്നു, അതുപോലെ തന്നെ വെടിക്കെട്ട് ബാറ്റ്സ്മാനായിരുന്നു. പക്ഷേ കഴിഞ്ഞ സീസണിൽ കുറച്ച് ഫോം ഔട്ടായിരുന്നു. ഇപ്രാവശ്യം അദ്ദേഹത്തെ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റനായിരുന്നു ജോസ് ബട്ട്ലർ. അപ്പോൾ രാജസ്ഥാൻ റിലീസ് ചെയ്തിരിക്കുന്നു. അടുത്ത സീസണിലേക്ക് ഏത് ടീമിലേക്ക് പോകുന്നുള്ളത് കണ്ടറിയാം. 2ാമതായി നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ മിഡിൽ ഓർഡർ പ്ലെയറാണ്. ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ക്യാപ്റ്റനും ഓപ്പണറുമായിരുന്നു. അപ്പോൾ ഈ സീസണിൽ ലക്നൗ സൂപ്പർ ജയൻസ് ആ പ്ലെയറിനെ റിലീസ് ചെയ്തിരിക്കുകയാണ്. KL രാഹുൽ ഈ സീസണിൽ ഏത് ടീമിൽ കളിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അടുത്തത് 1ാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇന്ത്യൻ പ്ലെയറിനെ തന്നെയാണ്. ഈ IPL ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ ബിഡ് പോകാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയർ തന്നെയാണ്. അപ്പോൾ വലിയൊരു ഇഞ്ചറി കഴിഞ്ഞു മടങ്ങി വന്നു. അതിനുശേഷം ടെസ്റ്റിലാണ് കൂടുതൽ അദ്ദേഹം ശോഭിച്ചത്. പക്ഷേ 2020-ലായാലും 1-ഡേയിലായാലും അദ്ദേഹം ചെറുതായിട്ടൊന്ന് പതർന്നതായിട്ട് കാണുന്നു. ചില ഇന്നിങ്സുകൾ അദ്ദേഹം നല്ല രീതിക്ക് കളിക്കുന്നുണ്ട്. പക്ഷേ ടെസ്റ്റിലാണ് അദ്ദേഹം കൂടുതലും ഫോമായിട്ടുള്ളതും നല്ല കളികൾ കളിച്ചിട്ടുള്ളതും. ഇന്ത്യയുടെ തന്നെ വിക്കറ്റ് കീപ്പർ തന്നെയാണ് ഋഷഭ് പന്ത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിൽ നിന്ന് അദ്ദേഹത്തിന് റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത ഏത് ടീമിലേക്ക് പോകുമെന്നുള്ളതും നമുക്ക് കണ്ടറിയാം.